ഇന്നാണ് വിധി പറയുന്ന ദിവസം. ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന 13കാരനായ ടൈസനെ മലപ്പുറംകാരിയായ അമ്മയ്ക്കൊപ്പമാണോ നൈജീരിയക്കാരനായ അച്ഛനോടൊപ്പമാണോ കോടതി പോകാൻ അനുവദിക്കുന്നതെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. 10 മണിയോടുകൂടി ഉണ്ണിക്കുട്ടനോടൊപ്പം കോടതി മുറ്റത്തെത്തിയ സേതുലക്ഷ്മി കുറച്ച് ദൂരെ മാറി പാർക്ക് ചെയ്തിരിക്കുന്ന ടാക്സിക്കാരനരികിൽ തന്നെ നോക്കി നിൽക്കുന്ന മുൻ ഭർത്താവ് നൈജീരിയക്കാരൻ റോബിനോയെന്ന് കണ്ടു. അയാളുടെ ചെമ്പൻ കണ്ണുകളിലെ തീക്ഷ്ണമായ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് സേതുലക്ഷ്മി മകനെ ചേർത്ത് പിടിച്ച് കോടതി വരാന്തയിൽ കിടന്ന ചാരുവെഞ്ചിൽ കയറിയിരുന്നു. അമ്മേ, എനിക്ക് ഡാഡിയുടെ അടുത്തേക്കൊന്ന് പോകണം. ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ സേതുലക്ഷ്മിക്ക് ആദിയായി. മോനെ, നീ പോയി ഡാഡിയോട് സംസാരിച്ചിട്ട് വേഗം തിരിച്ചു വരണം. നിന്നെ നൈജീരിയയിലേക്ക് കൊണ്ടുപോകാനായി ഡാഡി പലതും പറയും. മോനതൊന്നും കാര്യമാക്കേണ്ട. അമ്മയ്ക്ക് മോനല്ലാതെ മറ്റാരുമില്ല. അതിന് മറുപടിയൊന്നും പറയാതെ അവൻ വേഗം റോബിനോയുടെ അരികിലേക്ക് ചെന്നു. 10 വയസ്സുവരെ അമ്മയോടൊപ്പം റോബിനോയുടെ നൈജീരിയയിലെ വീട്ടിൽ ചെലവഴിച്ച ഉണ്ണിക്കുട്ടനെ അവർ തമ്മിൽ പിരിഞ്ഞതിന് ശേഷമുള്ള കേരളത്തിലേക്കുള്ള പറിച്ചുനടൽ അസഹനീയമായിരുന്നു. നൈജീരിയയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബിന് കളിക്കാരനായിരുന്നു റോബിനോയും ക്ലബിൻ്റെ മെഡിക്കൽ ടീമിൽ നഴ്സായിരുന്ന സേതുലക്ഷ്മിയുമായി പ്രണയത്തിലാവുകയായിരുന്നു. പിന്നീട് അവർ വിവാഹിതരാവുകയും ചെയ്തു. നീണ്ട 11 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ റോബിനോയ്ക്ക് മറ്റൊരു നൈജീരിയൻ സ്ത്രീയുമായി അടുപ്പമുണ്ടെന്നറിഞ്ഞ സേതുലക്ഷ്മി അയാളുമായി ബന്ധം വേർപ്പെടുത്തിയിട്ട് മകനെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മകനെ തനിക്ക് വേണമെന്ന് റോബിനോ ആവശ്യപ്പെട്ടെങ്കിലും സേതുലക്ഷ്മി വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇരുന്നപ്പോൾ അയാൾ കോടതിയെ സമീപിച്ചു. തൻ്റെ അടുത്തേക്ക് വന്ന മകനെ റോബിനോ കെട്ടിപ്പിടിച്ച് തെരുതെരെ ഉമ്മ വെച്ചു. ടൈസൺ, നീ എൻ്റെ കൂടെ വരുമല്ലോ. നമുക്ക് നിൻ്റെ കോച്ചിങ് തുടരണ്ടേ? ഡാഡി നിനക്ക് വേണ്ടിയല്ലേ ലക്ഷങ്ങൾ മുടക്കിയതും അണ്ടർ 14 സെലക്ഷൻ വാങ്ങിയതും? നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് ലോകമറിയുന്ന ഫുട്ബോളറാകണ്ടേ? ഡാഡിയുടെ ചോദ്യം അവനെ കൺഫ്യൂഷനിലാക്കി. ഒരു വശത്ത് അമ്മയുടെ സ്നേഹം, മറുവശത്ത് തൻ്റെ സ്വപ്നമായ ഫുട്ബോൾ. അമ്മയോടൊപ്പം നിന്നാൽ തനിക്കൊരിക്കലും ഒരു ഫുട്ബോൾ പ്ലെയറാകാൻ കഴിയില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. മാത്രമല്ല, നൈജീരിയയിലെ ആർഭാടകരമായ ജീവിതം സൗകര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അമ്മയോടൊപ്പമുള്ള ലളിത ജീവിതത്തിൽ ഉണ്ണിക്കുട്ടന് മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. കോടതി മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ ഘടികാരത്തിൽ മണി 11 അവിടമാകെ നിശബ്ദത പരന്നു. സൂചി നിലത്തി വീണാൽ ശബ്ദം കേൾക്കുന്ന നിശബ്ദതയെ കീറിമുറിച്ച് ജഡ്ജിയുടെ ഷൂസിൻ്റെ ശബ്ദം അടുത്തടുത്ത് വന്നപ്പോൾ സേതുലക്ഷ്മിയുടെ ഉത്കണ്ഠ കൂടി വന്നു. ഒടുവിൽ ഉണ്ണിക്കുട്ടൻ്റെ കേസിനാസ്പദമായ ഫയൽ തുറന്നിട്ട് ജഡ്ജി സദസ്സിലേക്ക് നോക്കി സംസാരിച്ചു തുടങ്ങി. ഈ കേസിൽ കോടതിക്ക് കുട്ടിയോടൊപ്പമേ നിൽക്കാൻ കഴിയൂ. ഉണ്ണിക്കുട്ടന് അവൻ്റെ അച്ഛനോടൊപ്പം പോകാനാണ് താല്പര്യമെന്നറിയിച്ചിരിക്കുന്നതുകൊണ്ട് മിസ്റ്റർ റോബിനോയ്ക്ക് തൻ്റെ മകനുമായി നൈജീരിയയിലേക്ക് പോകാൻ കോടതി അനുമതി നൽകുന്നു. വിധി കേട്ട സേതുലക്ഷ്മി തളർന്നിരുന്നു പോയി. അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ തലകുനിച്ച് ഉണ്ണിക്കുട്ടൻ ഡാഡിയുടെ കൈപ്പിടിച്ച് കോടതിയിൽ നിന്നും പുറത്തേക്കിറങ്ങിപ്പോയി. നൈജീരിയയിലെ വീട്ടിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഡാഡിയുടെ ഗേൾഫ്രണ്ട് വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. അവർ ഷെയ്ഖാനിനായി നീട്ടിയ കൈ അവഗണിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ തൻ്റെ പഴയ മുറിയിലേക്ക് പോയി. രാത്രി അത്താഴത്തിന് മറ്റുള്ളവരോടൊപ്പം ഇരുന്നെങ്കിലും ഉണ്ണിക്കുട്ടന് ഒട്ടും വിശപ്പ് തോന്നിയില്ല. ബെഡ്റൂമിൽ AC-യുടെ കുളിർമയിൽ പുതച്ചുമൂടി കിടന്നിട്ടും അവന് ഉറക്കം വന്നില്ല. കണ്ണടയ്ക്കുമ്പോഴെല്ലാം അമ്മയുടെ ദയനീയ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഒറ്റയ്ക്ക് മുറിയിൽ കിടന്നിട്ട് അവന് വല്ലാത്ത ഭയം തോന്നി. ഇന്നലെ വരെ താൻ അമ്മയോടൊപ്പമാണ് ഉറങ്ങാൻ കിടന്നിരുന്നത്. അമ്മ നന്നായി പാട്ട് പാടുമായിരുന്നു. തനിക്ക് ഉറക്കം വരാത്ത രാത്രികൾ സിനിമകളിലുള്ള താരാട്ടുപാട്ടുകൾ പാടിത്തന്ന് അമ്മ തന്നെ ഉറക്കിയിരുന്നത് സങ്കടത്തോടെ അവൻ ഓർത്തു. അവൻ മുറിക്ക് പുറത്തിറങ്ങി ഡാഡിയുടെ മുറിയുടെ നേരെ നോക്കി. അത് അടഞ്ഞു കിടക്കുകയാണ്. തനിക്ക് കൂട്ടുകിടക്കാനും താരാട്ട് പാടാനും ഇവിടെ ആരുമില്ലെന്ന തിരിച്ചറിവ് അവനെ ദുഃഖിതനാക്കി. രാത്രിയുടെ യാമത്തിലെപ്പോഴോ ഉറങ്ങിപ്പോയ ഉണ്ണിക്കുട്ടനെ ഡാഡി തട്ടി വിളിച്ചു. ടൈസൺ, എഴുന്നേൽക്ക്, നിനക്കിന്നു മുതൽ കോച്ചിങ് തുടങ്ങുക. വേഗം റെഡിയായിക്കോ. ഉറക്കം വിട്ടുമാറാതെ നിന്ന കണ്ണുകൾ അവൻ തിരുമ്മി തുറന്ന് ബാത്റൂമിൽ കയറി. ഫ്രഷായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നെങ്കിലും അവൻ പ്രതീക്ഷിച്ചതുപോലെ ആരും അവന് ചൂട് ചായയുമായി വന്നില്ല. നാട്ടിൽ വെച്ച് രാവിലെ ട്യൂഷന് പോകാനായി അമ്മ വന്ന് തട്ടി വിളിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ ആവി പറക്കുന്ന ചായക്കപ്പുള്ളത് അവനോർത്തു. കുറച്ചു നേരം ഇരുന്നിട്ട് അവൻ എഴുന്നേറ്റ് പാതി തുറന്ന് കിടന്ന ഡാഡിയുടെ ബെഡ്റൂമിനടുത്തേക്ക് ചെന്നു. റൂമിനകത്ത് കമ്പിളി കൊണ്ട് മൂടിപ്പുതച്ചുറങ്ങുന്ന ഡാഡിയുടെ ഗേൾഫ്രണ്ടിനെ കണ്ട് ഉണ്ണിക്കുട്ടൻ നിരാശയോടെ ക്ലബിലേക്ക് പോകാൻ തന്നെ കാത്തു പുറത്തു നിൽക്കുന്ന ഡാഡിയുടെ അടുത്തേക്ക് പോയി. ദിവസങ്ങൾ കടന്നപ്പോൾ ആ വലിയ വീട്ടിൽ ഉണ്ണിക്കുട്ടന് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു തുടങ്ങി. തന്നെ കോച്ചിങ്ങിന് കൊണ്ടുപോകാനും തിരികെ എത്തിക്കാനും മാത്രമാണ് ഡാഡി തൻ്റെ അരികിലേക്ക് എത്തുന്നത്. സമയാസമയം കഴിക്കാനുള്ള ആഹാരം ഡൈനിങ് ടേബിളിൽ നിരത്തി വയ്ക്കും. തനിക്ക് വേണമെങ്കിൽ കഴിക്കാം, കഴിച്ചില്ലെങ്കിൽ ആരും ചോദിക്കില്ല.
സമയം കഴിയുമ്പോൾ കൊണ്ടുവച്ച സർവൻ്റ് തന്നെ അത് തിരിച്ചെടുത്ത് കൊണ്ടുപോയിക്കൊള്ളും. തന്നെ എന്തിനാണ് ഡാഡി ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അവൻ ആലോചിച്ചു. അദ്ദേഹത്തിന് തന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, തന്നെ ഒരു വലിയ ഫുട്ബോളറാക്കിയിട്ട് ഏതെങ്കിലും ക്ലബിന് വിൽക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഉണ്ണിക്കുട്ടന് മനസ്സിലായി. അതിലൂടെ കോടികൾ സമ്പാദിക്കുക എന്ന ബിസിനസ് മൈൻഡാണ് ഡാഡിക്ക് എന്നറിഞ്ഞ ഉണ്ണിക്കുട്ടന് അമ്മയുടെ വാത്സല്യം വല്ലാതെ മിസ് ചെയ്തു. എല്ലാവരും പുറത്തുപോയൊരു ദിവസം അവൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. മറുപടിയായി ആദ്യം അവൻ്റെ ചെവി തുളഞ്ഞത് കയറിയത് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. അമ്മേ, എനിക്ക് അമ്മയെ കാണണമേ അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ അങ്ങോട്ട് വരുവാണ്. സമയമില്ലാതെ അമ്മയില്ലാതെ എനിക്ക് പറ്റില്ലമ്മേ. സങ്കടം സഹിക്കാതെ തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടൻ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തെത്താൻ അവൻ്റെ മനസ്സ് വെമ്പി. അങ്ങനെ തൊട്ടടുത്ത ദിവസം റോബിനോ തൻ്റെ കാമുകിയോടൊപ്പം ബിസിനസ് ആവശ്യത്തിനായി ലോങ് ട്രിപ്പ് പോയ സമയത്ത് ഉണ്ണിക്കുട്ടൻ ഡാഡിയുടെ മുറിയിലെ അലമാര തുറന്നു. അതിൽ അടുക്കി വെച്ചിരുന്ന ഒരു കെട്ട് കറൻസി എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് അവൻ കുതിച്ചു. ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് പാതിരാത്രി ആണെന്നറിഞ്ഞ ഉണ്ണിക്കുട്ടൻ അക്ഷമയോടെ എയർപോർട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. അതേസമയം നാട്ടിൽ ഹൃദയം പൊട്ടി മരിച്ച സേതുലക്ഷ്മിയുടെ 16 അടിയന്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ സേതുലക്ഷ്മിയുടെ ഇരട്ട സഹോദരിയുടെ കണ്ണീർ അപ്പോഴും തോർന്നിരുന്നില്ല.